ഇന്നൊരു കേരള സ്റ്റൈൽ ഹെൽത്തി ലഞ്ചാണ്. ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ണം കുറയും. ഒരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. കട്ട് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ടിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ബീറ്റ്റൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് കൂൺ കൊണ്ടൊരു ചെറിയൊരു റോസ്റ്റ് ഉണ്ടാക്കാം. സിമ്പിൾ റോസ്റ്റാണ്. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം സവാളയും 2 പച്ചമുളകും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. മഷ്റൂം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് വെള്ളം വറ്റാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം അല്പം വറ്റൽമുളക് കൂടി ചേർക്കാം. ഇതിലേക്ക് ആ തക്കാളി കൂടെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പും ആവശ്യത്തിന് മഞ്ഞളും മുളകും കൂടി ചേർക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില, നമുക്ക് കുറച്ച് മുരിങ്ങയില കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മുരിങ്ങയില കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിതിൽ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് 1 കപ്പ് ചോറ്, കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ, മഷ്റൂം റോസ്റ്റ്, കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.